ഒരു മനുഷ്യൻ മരിക്കുന്നതിന്റെ അടയാളം അവന് നെഞ്ചുവേദന വരലല്ല, അവന് കൈമുട്ട് കാൽമുട്ട് വേദനകൾ വരലല്ല, പിന്നെയോ അവന്റെ കാൽവിരലുകളിൽ നിന്ന് പിടിച്ചെടുത്തല്ലോ, അവന്റെ കാൽവിരലുകളിൽ നിന്നും കൈവിരലുകളിൽ നിന്നും പിടിച്ചെടുത്ത അവന്റെ ആത്മാവ് അവന്റെ ഹൃദയഭാഗത്തേക്ക് വരുന്നുണ്ടോ? ഞാനും നിങ്ങളും സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ ഇതെന്റെ മരണവേദനയാണോ എന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ വേദന വരുന്നത് തള്ളവിരലിൽ നിന്ന് തുടങ്ങി കൈകളുടെ വിരലുകളിൽ നിന്ന് തുടങ്ങി ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് മരണത്തിന്റെ വേദന ഇങ്ങനെ ഇരച്ച് കയറുന്നുണ്ടോ? ആലോചിച്ചോ, ഇതെന്റെ മരണത്തിന്റെ വേദനയാ, അല്ലാതെ നെഞ്ചുവേദന എന്റെ മരണത്തിന്റെ വേദനയല്ല. നമ്മുടെ മരണത്തിന്റെ വേദന എന്ന് പറയുന്നത് കാലിൽ നിന്ന് തുടങ്ങി കൈകളിൽ നിന്ന് തുടങ്ങി തൊണ്ടക്കുഴിയിലേക്ക് എത്തി നിൽക്കുന്നത് വല്ലാത്ത വേദനയുണ്ട് ഉമ്മമാരെ. ആ വേദനയാണ് മരണത്തിന്റെ വേദന. എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനുള്ളതാണ്. ഈ നിമിഷമല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം നമ്മളിലേക്ക് വരാനിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ നടക്കാനിരിക്കുന്ന സംഭവമല്ല. തൊട്ടടുത്ത നിമിഷത്തിൽ എനിക്കും നിങ്ങൾക്കും സംഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. പറയുന്നതാരാ? ലോകത്തൊരിക്കലും ഒരു കളവ് പോലും പറയാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മ മുത്തുനബിയാ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാ നമുക്ക് വിശ്വസിക്കാൻ ഇതുപോലെ ഈ ഒരൊറ്റ എവിഡൻസ് പോലെ? ലോകത്ത് നിസ്കാരമുണ്ടെന്ന് പഠിപ്പിച്ച, സകാത്ത് കൊടുക്കണമെന്ന് പഠിപ്പിച്ച, ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യണമെന്ന് പഠിപ്പിച്ച, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ കുറിച്ച് നമ്മെ പഠിപ്പിച്ച, നന്മയും തിന്മയും നമ്മെ പഠിപ്പിച്ച, ലോകത്ത് 90,000 അത്ഭുതങ്ങൾ കാണിച്ചു തന്ന് ഇസ്ലാം സത്യമതമാണെന്ന് പഠിപ്പിച്ചു തന്ന മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നു ഉമ്മമാരെ മരണത്തിന്റെ വേദനയെ കുറിച്ച്. ആ മുത്തുനബി പോലും മരണത്തിന്റെ വേദനയിൽ കരഞ്ഞിട്ടുണ്ട്, വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. മുത്തുനബിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, മൂക്ക് വികസിച്ചിട്ടുണ്ട്, നെറ്റിത്തടം ഉയർത്തിട്ടുണ്ട്. അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. ഒരു മനുഷ്യൻ ചീത്തയായി മരിക്കുകയാണോ? അറിയാൻ പറ്റും. അവൻ മരിക്കുന്ന സമയത്ത് ഒരു ഒട്ടകത്തെ അറുക്കുമ്പോ അമർന്നൊരു ശബ്ദമുണ്ട്. ആ അമർന്ന രൂപത്തിലാണോ മരിക്കുന്ന സമയത്ത് അവൻ ശബ്ദമുണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോ, അവന്റെ മരണം ഈമാനില്ലാത്ത മരണ. പറയുന്നതാരാ? ശഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ മരിക്കുമ്പോ നെറ്റിത്തടം ഉയർത്താൽ, അവന്റെ മൂക്കുകൾ വികസിച്ചാൽ, നല്ല സുഗന്ധം അവന് ശ്വസിക്കാൻ കഴിഞ്ഞാൽ, അവന്റെ കൺതടങ്ങൾ നിറഞ്ഞു തുളുമ്പിയാൽ ഉറപ്പിച്ചു അവൻ നല്ല രൂപത്തിലാണ് ഇരിക്കുന്നത്. അവന്റെ കാലുകൾ ഇങ്ങനെ വിടരും. നല്ല രൂപത്തിൽ മരിക്കുന്ന മനുഷ്യന്റെ അടയാളങ്ങളാണ് വിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ റസൂലും നമ്മെ പഠിപ്പിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചീത്തൊരു മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ വായിൽ നിന്ന് അവന്റെ നാവ് പുറത്തേക്ക് വരും, കണ്ണുകൾ പുറത്തേക്ക് തള്ളും. മാത്രമല്ല, ഒരു മാടിനെ, ആടിനെ, ഒരു ഒട്ടകത്തെ ഇറക്കുമ്പോ ആ ഒട്ടകം മാടും ആടും ഒക്കെ ശബ്ദമുണ്ടാക്കുന്ന ഒരു അമറലുണ്ട്. ആ അമറുന്ന തരത്തിൽ, അലറുന്ന തരത്തിൽ ഒരു ചെറിയ ശബ്ദം അവന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഉയർന്നു കേട്ടാൽ ഉറപ്പിച്ചോ ഈമാനില്ലാത്ത മരണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.